അപ്പം ഇന്ന് സത്യപ്രതിജ്ഞയായിരുന്നു. പുതിയ മന്ത്രിസഭ വരികയാണ്. ഇന്ന് മുതൽ നമുക്ക് പുതിയ മുഖ്യമന്ത്രി, പുതിയ മന്ത്രിസ്ഥാനങ്ങൾ. അപ്പം UDF അധികാരത്തിലോട്ട് 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലോട്ട് വന്നു. അപ്പം കുറേ അധികം വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, കുറേ അധികം പദ്ധതികൾ നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് കാണാം? പൊതുവിൽ നമ്മൾ ഏതൊരു സർക്കാരിനെയും കാണുന്ന പോലെ 2016 പിണറായി വിജയൻ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റ സമയത്ത്, അതിനുശേഷം 21 അധികാരമേറ്റ സമയത്തും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന അതേ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ വേണം പുതിയൊരു മന്ത്രിസഭയെ നമ്മൾ കാണാൻ. അവിടെ മുന്നണി മാത്രമേ മാറുന്നുള്ളൂ, സർക്കാരുകൾ മാറുന്നില്ല എന്നുള്ളത്. സർക്കാർ എല്ലാ കാലത്തും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പ്രതീക്ഷകളാണ്. പുതിയ VD സതീശനെ പോലെ ഒരു ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പക്കാരൻ എന്ന് വേണേൽ പറയാം. ഒരു 63 വയസ്സെന്തേ ഉള്ളൂ. അങ്ങനെ ഒരാൾ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന സവിശേഷമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. കുറച്ചുകൂടി ഒരു പുതുയുഗം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കേരളം പോയാൽ വളരെ നല്ലത്. അപ്പം അങ്ങനെയുള്ള മന്ത്രിമാർ എല്ലാവരും അതില് വലിയ പ്രായം കൊണ്ട് വലിയ പ്രതിസന്ധിയുള്ളവരാരും തന്നെ ഇല്ല എന്ന് പറയാം. ഇപ്പം K മുരളീധരൻ മന്ത്രിസഭയിലുണ്ട്, PC വിഷ്ണുനാഥ് മന്ത്രിസഭയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള സിദ്ദിഖ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല മന്ത്രിമാരുണ്ട്. ബിന്ദു കൃഷ്ണ, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ബിന്ദു കൃഷ്ണ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ തുളസി മന്ത്രിയാണ്. ഷാനിമോൾ ഉസ്മാനെ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാനെ മാറ്റിയിട്ടുണ്ട്. സ്പീക്കറായിട്ട് ഏറ്റവും മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ട് എത്തുന്നു എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പതിവുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ് തുടങ്ങിയ സുപ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിന് 5 മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു പുതുമയുടെ അല്ലെങ്കിൽ പുതുമയോട് കൂടിയ ഒരു മന്ത്രിസഭയാണ് UDFന്റെ ഇത്തവണ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ചൊക്കെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കുറെ നേതാക്കന്മാർ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷേ ഈ പ്രത്യേകതകളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രാധാന്യം. ഇന്ന് മന്ത്രിസഭാ യോഗം കൂടാൻ പോവാണ്. അപ്പൊ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ, ആദ്യത്തെ മന്ത്രിസഭാ യോഗം നടക്കുന്നു. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പുതിയ പദ്ധതികൾ ജനം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ജനത്തിന് താല്പര്യമുണ്ട്. അത് എങ്ങനെയാണ് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ KSRTC ബസ്സുകളിൽ വനിതകൾക്ക് യാത്ര സൗജന്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ അറിയാൻ പൊതുജനത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ അതോടൊപ്പം പെൻഷൻ 3000 ആക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അറിയാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ക്ഷേമ പദ്ധതികളാണ് സംസ്ഥാനത്ത് ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും അറിയണമെന്നുണ്ട്. എല്ലാവർക്കും ഇത് എങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തുക എന്ന് അതറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പോകുന്ന, എന്നാൽ ചോദിക്കും ഇത് മാത്രം മതിയോ ക്ഷേമം? അല്ല, വിദ്യാഭ്യാസം കഴിഞ്ഞ 10 വർഷക്കാലം ഒരു തരത്തിൽ പറഞ്ഞാൽ അബ്ദുറബ്ബ് 2016 സ്ഥാനം ഒഴിയുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസം വലിയ തട്ടുകേടി കിടക്കുകയായിരുന്നു. അതൊരു വലിയ ഒരു മാറ്റമില്ലാതെ സർക്കാർ സ്കൂളുകൾ വരെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നും നമ്മുടെ സർക്കാർ സ്കൂളുകളെ പുനരുജ്ജീവിപ്പിക്കുകയും ആ സർക്കാർ സ്കൂളുകളിൽ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് കുട്ടികളെ കൂടുതലും അതിലേക്ക് എത്തിക്കാൻ, സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പോയ രണ്ട് ടേമുകളായിട്ടുള്ള ഒരു പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ വന്ന് ആ ഒരു നില മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇപ്പൊ PM ശ്രീ പദ്ധതി ഇപ്പം ഒപ്പിട്ടേ പറ്റൂ, അല്ലെ PM ശ്രീ പോലെയുള്ള ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ മാറിക്കൊണ്ടിരിക്കുക. അതായത് അതിന്റെ നിയുക്ത മന്ത്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു കാര്യം തുടക്കത്തിലെ പറഞ്ഞു കഴിഞ്ഞു, PM ശ്രീ നടപ്പിലാക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഇതിനെ പിടിച്ചു നിർത്തിയേക്കായിരുന്നു. PM ശ്രീ ഞങ്ങൾ നടപ്പിലാക്കില്ല. ആ കേന്ദ്രാവിഷ്കൃതമായ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ചില ഹിഡൻ അജണ്ടകൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പാഠ്യ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് വാശി പിടിച്ചൊരു സർക്കാരായിരുന്നു കഴിഞ്ഞത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് കാര്യം ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട പണം വാങ്ങിയെടുക്കുക. ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ തവണ ശിവൻകുട്ടിയും പറഞ്ഞത്. നമുക്ക് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പണം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട്, പക്ഷേ
ആ NEP നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇവിടെ നമുക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ഈ ഗവർണർ എന്ന് പറയുന്നത് ഇപ്പം പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും പിന്നീട് വന്ന ആർലേക്കർ ആണെങ്കിലും ഇവർ രണ്ടുപേരും നമ്മുടെ സംസ്ഥാനത്തിന്റെ പല അവകാശങ്ങളെയും ഒരു കവർന്നെടുത്തുകൊണ്ട് താൻ എല്ലാത്തിനും മേലെയാണ് എന്നുള്ളൊരു ധാരണ കൊണ്ടുവന്നുകൊണ്ട് ഈ സർവകലാശാലകൾ അടക്കമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ സംഘീവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായി ഗവർണറുടെ അവകാശങ്ങൾ ഇത്ര വരെ ഉള്ളൂ എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകം അടിച്ചിറക്കിയവരാണ് ശരിക്കും നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ. അപ്പൊ അതൊക്കെ തുടരേണ്ടി വരും. അത്തരത്തിലുള്ള ചിന്താഗതി, അതായത് സംഘപരിവാറുമായി സന്ധി ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ NEP പോലെയുള്ള സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ട് പോകാൻ ഈ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയണം. അതോടൊപ്പം തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികൾ, നൂതന വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരണം. പുസ്തകങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് എത്തണം. അത് പരീക്ഷകൾ വളരെ കൃത്യമായി യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ പരീക്ഷകൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണം. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വകുപ്പ് തന്നെയാണ്. അത് ചെയ്തേ പറ്റൂ. അപ്പൊ അവര് കൂടുതൽ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട്. അത് തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പ് എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പാണ്, 2 വിദ്യാഭ്യാസ വകുപ്പാണ്, 3 ആരോഗ്യ വകുപ്പാണ്. ഈ 3 വകുപ്പും വളരെ വിജിലന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് വിദ്യാഭ്യാസ വകുപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് യഥാസമയം പാഠ്യപുസ്തകങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ പിന്നെ പരീക്ഷകൾ വളരെ കൃത്യസമയത്ത് നടത്തണം. അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ഇതുവരെ ഹൈടെക് വിദ്യാഭ്യാസ രീതി തുടങ്ങി സ്മാർട്ട് ക്ലാസ് റൂമുകളായി പിന്നെ കെട്ടിടങ്ങളുടെയൊക്കെ പിന്നെ എന്താ പറയാ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കണം. ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു വെച്ചിട്ട് ആ വ്യവസ്ഥ കണ്ടിന്യൂ ചെയ്ത് പോവുകയും വേണം. കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് അത് എത്തിക്കുകയും വേണം. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലുള്ള ഒരു വലിയ ടാസ്ക് ആണ്. ദെൻ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ആരോഗ്യ വകുപ്പ് വല്ലാത്തൊരു കുഴിയിൽ കിടന്നൊരു സാഹചര്യമാണ്. ആ ആരോഗ്യ വകുപ്പിനെ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ പിന്നെ മരുന്നുകൾ ലഭിക്കുന്ന ഒരു അവസ്ഥയെത്തി. ഡയാലിസിസ് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം തുടങ്ങാൻ സാധിച്ചു. എന്താ പറയാ പിന്നെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ പിന്നെ ഹോസ്പിറ്റലുകളിൽ സാധ്യമാക്കി തുടങ്ങി. അതോടൊപ്പം തന്നെ മലബാർ പിന്നെ കൊച്ചിൻ ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ആരോഗ്യ മേഖല ഒരു കുതിപ്പിന്റെ ഇതിലാണ്. അപ്പം ആ കുതിപ്പിനെ കുറച്ചുകൂടെ മികച്ച തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കഴിയണം, പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്. അപ്പോൾ ആ രീതിയിലേക്ക് അതിനെ വീണ്ടും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് പിണറായി വിജയൻ ജയിച്ചില്ല എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ 2ാം വട്ടം കയറിയത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇവിടെ. അപ്പം പിണറായി വിജയൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്ന സർക്കാരായിരിക്കണം. അല്ലാതെ പിണറായി വിജയൻ നിർത്തിയെടുത്തതിനെ നിർത്തിയിട്ട് പോവുക, വേറെ ഞങ്ങളവിടെ ആവിഷ്കരിക്കുക എന്നുള്ളതല്ല. കാര്യം റോഡുകളായി ഇപ്പൊ ഹൈവേ വികസനം തന്നെ, ദേശീയപാത വികസനം നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ പിണറായി വിജയൻ നിർത്തിയെടുത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ പദ്ധതി തുടങ്ങാം എന്ന് പറയുന്ന ചിന്താഗതിയല്ല. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പം ദേശീയപാത വികസനത്തിന് ആവശ്യം സ്ഥലം ഏറ്റെടുപ്പാണെങ്കിൽ അങ്ങനെ, അപ്പം പല ഇടത്ത് അലൈൻമെന്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നോക്കിക്കൊണ്ട് വളരെ കൃത്യമായി ഇതിനെ ഓടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതാണ് പിന്നെ ഏതിലാണ് ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഈ 2 വകുപ്പുകൾ കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നോ പിന്നെ മുഹമ്മദ് റിയാസ് കാണിച്ചു വെച്ചത് അതിന്റെ 10 ഇരട്ടി കാണിച്ചു കൊടുക്കേണ്ടി വരും. 100-200-ലധികം പാലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി. പല പാലങ്ങളെയും പിന്നെ ഒരു ബ്ലെൻഡാക്കി മാറ്റി. അതായത് ടൂറിസവുമായി ചേർന്നുകൊണ്ട് ടൂറിസത്തിന്റെയും പിന്നെ സാധ്യതകൾ കൂടി ഓരോ പാലത്തിലും വരുത്തി തീർക്കാൻ കഴിഞ്ഞു. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ പെരുമ്പളം പാലം എടുത്തു നോക്കിയാലും മുപ്പാലം എടുത്തു നോക്കിയാലും പിന്നെ ആലപ്പുഴ ജില്ലയിലെ പാലങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഹാങ് ഔട്ട് പ്ലേസുകളായി മാറി. ആൾക്കാർക്ക് കുറച്ചു നേരം വന്നിട്ട് അതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന തരത്തിലേക്ക് പാലങ്ങളെ മാറ്റാൻ കഴിയുമെന്നൊരു പക്ഷേ മുഹമ്മദ് റിയാസ് ആയിരിക്കും നമുക്ക് കാണിച്ചത്. അപ്പം അങ്ങനെ വന്നപ്പോ ഈ രീതിയിലുള്ള ഒരു പുതിയ ബ്ലെൻഡുകൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് കാര്യം. 2026 എന്ന് പറഞ്ഞാൽ അവസാനിക്കുമ്പോൾ 5 വർഷം കൂടി പിന്നിടും. ഈ 5 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കണം. 5 വർഷം എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലയളവല്ല, ചെറിയൊരു കാലയളവല്ല 5 വർഷം. 5 വർഷം എന്ന് വലിയ കാലയളവാണ്. പിന്നെ ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ 5 വർഷം കഴിയുമ്പോൾ വോട്ടവകാശമായി അവന് 20 വയസ്സാവും. അപ്പൊ അത്രയേറെ മാറ്റങ്ങളുണ്ട്. അപ്പം പിന്നെ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. 71 വയസ്സുള്ള സമയത്താണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി യങ്ങായിരുന്നു, കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു പിണറായി വിജയൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആവുന്ന സമയത്ത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ 81 വയസ്സായി.
10 വർഷം മാറി, അവിടെ ഏജ് മാറി വരുന്നുണ്ട്. അപ്പം വ്യവസായ വകുപ്പിലാണെങ്കിൽ തന്നെ കൂടുതൽ ചെയ്യേണ്ടി വരും നമ്മുടെ യുവാക്കളെ നമ്മുടെ നാട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട്. അല്ല, വി ഡി സതീശൻ പറഞ്ഞ പോലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ അലോട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ റോഡ് സേഫ്റ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കണം. പക്ഷെ ഈ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി ലോവർ ചെയ്തെന്ന് വെച്ചു, വണ്ടിയുടെ പൊക്കമൊക്കെ കുറച്ച് എനിക്ക് മോഡിഫൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ലോവർ ചെയ്ത് മോഡിഫൈ ചെയ്യുന്ന വാഹനം എനിക്ക് നിരത്തിലിറക്കാൻ കഴിയണം. അല്ല അതിന്റെ ഞാൻ മോഡിഫൈ ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് അതിന്റെ ഫ്രണ്ട് ബമ്പർ ലിപ്പും എല്ലാം പൊട്ടിപ്പോയി അങ്ങനെ ഓടിക്കാൻ പറ്റും എനിക്ക്. അത് അപ്പൊ എത്ര രൂപയുടെ നഷ്ടമാണ്, അത് വെറുതെ കിട്ടത്തുമില്ല ഈ സാധനമൊന്നും. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പൊ റോഡ് സേഫ്റ്റി കുറച്ചുകൂടെ മെച്ചപ്പെടണം. ഈ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് പോയി എവിടെയെങ്കിലും ലോറിയിലോ എല്ലാം പോയി ഇടിച്ച് ആക്സിഡന്റ് ആകുകയാണ്. അപ്പൊ ആ ആക്സിഡന്റുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ള വാഹനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഓടിക്കാൻ, സ്പീഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്പീഡ് റെഗുലേഷൻ കൊടുക്കണമെങ്കിൽ സ്പീഡ് റെഗുലേഷൻ കൊടുത്തേ പറ്റൂ. ആ രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. അല്ല മോഡിഫൈ ചെയ്ത വാഹനമേ ഓടിക്കൂ എന്നുള്ള വാശിയൊന്നും ചെറുപ്പക്കാർക്കൊന്നും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള തന്നെയല്ല, ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ പെടുന്നതാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് പിന്നെ എന്താ പറയാ നാഷണൽ ഇത് പറയുന്ന പോലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് മാറ്റം വല്ലതും വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് ശേഷം മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സത്യത്തിൽ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സർക്കാരായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം പോലെയുള്ള, വിദ്യാഭ്യാസം പോലെയുള്ള, യുവജനക്ഷേമം പോലെയുള്ള, പൊതുമരാമത്ത് പോലെയുള്ള, ടൂറിസം പോലെയുള്ള, കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ടൂറിസവും IT-യുമാണ്. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ശേഷിയുള്ള കുറച്ചധികം മന്ത്രിമാരാകുകയും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ അല്ലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കൊപ്പം ഈ രീതിയിലുള്ള പദ്ധതികൾ നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് കേരളത്തിൽ നിർത്താൻ കഴിയണം. ആ തരത്തിലുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നതാവണം പുതിയ സർക്കാർ എന്നുള്ളൊരു പ്രത്യാശ കൂടി നമുക്കിവിടെ ഉന്നയിക്കാം.